വചനവായന 1 സാമുവൽ 25 അധ്യായം. സാമുവലിൻ്റെ മരണം. സാമുവൽ മരിച്ചു. ഇസ്രായേല്യർ ഒരുമിച്ചുകൂടി അവനെ ഓർത്ത് വിലപിച്ചു. റാമായിലുള്ള സ്വന്തം ഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ദാവീദും അബിഗായിലും. കാർമലിലെ ഒരു വ്യാപാരി മാവോനിൽ ഉണ്ടായിരുന്നു. വലിയ ധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടുകളും 1000 കോലാടുകളും ഉണ്ടായിരുന്നു. കാർമലിൽ വച്ചാണ് ആടുകളുടെ രോമം കത്രിച്ചിരുന്നത്. കാലെബ് വംശജനായ അവൻ്റെ പേര് നാബാൽ എന്നും ഭാര്യയുടെ പേര് അബിഗായിൽ എന്നുമായിരുന്നു. അവൾ വിവേകവതിയും സുന്ദരിയുമായിരുന്നു. അവനാകട്ടെ ഹീനനും ദുഷ്കർമ്മിയും. നാബാൽ ആടുകളുടെ രോമം കത്രിക്കുകയാണെന്ന് മരുഭൂമിയിൽ വെച്ച് ദാവീദ് കേട്ടു. അവൻ 10 ചെറുപ്പക്കാരെ വിളിച്ച് കാർമലിൽ ചെന്ന് നാബാലിനെ എൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞയച്ചു. നിങ്ങൾ ഇപ്രകാരം പറയണം: നിനക്ക് സമാധാനം, നിന്റെ ഭവനത്തിനും നിനക്കുള്ള സകലതിനും സമാധാനം. നിനക്ക് ആടുകളുടെ രോമം കത്രിക്കുന്നവരുണ്ടെന്ന് ഞാൻ അറിയുന്നു. കാർമലിൽ ആയിരുന്ന കാലമെല്ലാം നിന്റെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഞങ്ങൾ അവർക്ക് ഒരു ഉപദ്രവവും ചെയ്തില്ല. അവർക്ക് നഷ്ടമൊന്നും വന്നതുമില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവർ ഇത് പറയും. അതിനാൽ എൻ്റെ ദാസന്മാരോട് പ്രീതി കാണിക്കണം. ഒരു വിശേഷ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. നിന്റെ പുത്രനായ ദാവീദിനും നിന്റെ ദാസന്മാർക്കും നിന്റെ കൈവശമുള്ളത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ദാവീദിൻ്റെ ദാസന്മാർ ചെന്ന് ഇത് അവൻ്റെ നാമത്തിൽ നാബാലിനോട് പറഞ്ഞിട്ട് കാത്തുനിന്നു. നാബാൽ അവരോട് ചോദിച്ചു: ആരാണീ ദാവീദ്? ജസ്സയുടെ പുത്രൻ ആരാണ്? യജമാനന്മാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ഭൃത്യന്മാർ ഇക്കാലത്ത് ധാരാളമുണ്ട്. എൻ്റെ ആടുകളുടെ രോമം കത്രിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ള ഇറച്ചിയും അപ്പവും വെള്ളവും എടുത്ത് എവിടെ നിന്ന് വരുന്നെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർക്ക് കൊടുക്കണമെന്നോ? അവർ തിരിച്ചു വന്ന് എല്ലാ വിവരവും ദാവീദിനെ അറിയിച്ചു. അവൻ അവരോട് പറഞ്ഞു: ഓരോരുത്തരും വാൾ അരയിൽ കെട്ടുവിൻ. അവർ അങ്ങനെ ചെയ്തു. ദാവീദും വാളെടുത്തു. 400 പേർ അവനോട് കൂടെ പോയി. 200 പേർ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാൻ അവിടെ തങ്ങി. അതിനിടയ്ക്ക് ഭൃത്യരിൽ ഒരുവൻ നാബാലിൻ്റെ ഭാര്യ അബിഗായിലിനോട് പറഞ്ഞു: യജമാനനെ അഭിവാദനം ചെയ്യാൻ ദാവീദ് മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചിരുന്നു. എന്നാൽ അവൻ അവരെ ശകാരിച്ചയച്ചു. അതേസമയം അവർ നമുക്ക് വലിയ ഉപകാരികളായിരുന്നു. ഞങ്ങൾ വയലിൽ അവരോടുകൂടെ വസിച്ചിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടതുമില്ല. ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെ രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നു. എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് തീരുമാനിക്കുക. യജമാനനും കുടുംബത്തിനും ദ്രോഹം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. യജമാനൻ ദുസ്വഭാവനാകൊണ്ട് അവനോട് ആർക്കും ഇത് പറയാനാവില്ല. അബിഗായിൽ തിടുക്കത്തിൽ 200 അപ്പവും 2 തോൽക്കുടം വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 കുട്ട മലരും 100 ഉണക്കമുന്തിരിക്കുലയും അത്തിപ്പഴം കൊണ്ടുള്ള 200 അടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി. അവൾ ഭൃത്യരോട് പറഞ്ഞു: നിങ്ങൾ മുൻപേ പോവുക, ഞാനിതാ വരുന്നു. അവൾ ഭർത്താവായ നാബാലിനെ അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലയടിവാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദാവീദും അനുയായികളും എതിരെ വരുന്നത് കണ്ടു. ദാവീദ് പറയുകയായിരുന്നു: മരുഭൂമിയിൽ അവനുണ്ടായിരുന്നതൊക്കെ ഞാൻ കാത്തു സൂക്ഷിച്ചത് വെറുതെയായി. അവൻ്റെ വക യാതൊന്നും നഷ്ടപ്പെട്ടില്ല. അവനാകട്ടെ എന്നോട് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു. അവൻ്റെ ആളുകളിൽ ഒരുവനെയെങ്കിലും പുലരും വരെ ജീവനോടിരിക്കാൻ ഞാൻ അനുവദിച്ചാൽ ദൈവം ദാവീദിൻ്റെ ജീവൻ എടുത്തുകൊള്ളട്ടെ. ദാവീദിനെ കണ്ടപ്പോൾ അബിഗായിൽ തിടുക്കത്തിൽ കഴുതപ്പുറത്തു നിന്നിറങ്ങി അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണു പറഞ്ഞു: പ്രഭോ, ഈ തെറ്റ് എൻ്റെ മേൽ ആയിരിക്കട്ടെ. അങ്ങയുടെ ഈ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ. ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുതേ. പേരുപോലെ തന്നെ സ്വഭാവവും. നാബാൽ എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ ഭോഷത്വമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. അങ്ങ് അയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല. പ്രഭോ, അങ്ങയുടെ കൈകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലും പ്രതികാരവും
കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങും ആണേ അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ പോലെ ആയിത്തീരട്ടെ. ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ. കർത്താവ് അങ്ങേക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും. എന്തെന്നാൽ കർത്താവിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്. ആയുഷ്കാലത്തിൽ ഒരിക്കലും അങ്ങിൽ തിന്മയുണ്ടാവുകയില്ല. ആര് അങ്ങയെ പിന്തുടർന്നു ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ ദൈവമായ കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചുകൊള്ളും. അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവിണയിൽ നിന്നെന്ന പോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും. അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കുത്തും അങ്ങേക്കുണ്ടാവുകയില്ല. കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ. ദാവീദ് അബിഗായിലിനോട് പറഞ്ഞു, ഇന്ന് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണെ നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു. അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു. അവൻ പറഞ്ഞു, സമാധാനത്തോടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. നിന്റെ വാക്ക് ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അബിഗായിൽ നാബാലിൻ്റെ അടുത്തെത്തി. അവൻ തൻ്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു. വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു. പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല. നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു. അത് കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിലാതുല്യനായി തീർന്നു. ഏകദേശം 10 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചു. നാബാലിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ എന്നോട് കാണിച്ച നിന്ദയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നാബാലിൻ്റെ ദുഷ്ടത കർത്താവ് അവൻ്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു. അനന്തരം അബിഗായിലിനെ ഭാര്യയാക്കാനുള്ള ഉദ്ദേശ്യത്തോടെ അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. അവർ കാർമലിൽ അബിഗായിലിൻ്റെ അടുത്ത് ചെന്ന്, ദാവീദിൻ്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ നിങ്ങളെ അയച്ചിരിക്കുകയാണ് എന്നു പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലംപറ്റെ താണു തൊഴുതു പറഞ്ഞു, ഈ ദാസി എൻ്റെ യജമാനൻ്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ്. അബിഗായിൽ എഴുന്നേറ്റ് കഴുതപ്പുറത്ത് കയറി 5 പരിചാരികമാരോടൊപ്പം ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ പിന്നാലെ പോയി. അവൾ ദാവീദിൻ്റെ ഭാര്യയായി തീർന്നു. ജസ്രേലിൽ നിന്ന് അഹിനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു. ഇരുവരും അവൻ്റെ ഭാര്യമാരായി തീർന്നു. ദാവീദിന് ഭാര്യയായി നൽകിയിരുന്ന തൻ്റെ മകൾ മിഖാലിനെ സാവൂൾ ഗല്ലീംകാരനായ ലായിഷിൻ്റെ മകൻ ഫാൽത്തിക്ക് ഭാര്യയായി നൽകി.